എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ബിന്ദു. ഞാൻ പട്ടിക്കാട് ബ്രാഞ്ചിൽ SO ആയി വർക്ക് ചെയ്യുന്നു. ഞാൻ ഈ സിസ്റ്റത്തിലേക്ക് വന്നിട്ട് 8 മാസത്തോളമായി. ഞാൻ ഇന്റർനാഷണൽ കോൺടെസ്റ്റ് അച്ചീവ് ചെയ്തിരിക്കുകയാണ്. ഈ കോൺടെസ്റ്റ് അച്ചീവ് ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്ത എൻ്റെ ടീം ലീഡേഴ്സിനോടും സീനിയർ ലീഡർഷിപ്പിലുള്ള ഓരോരുത്തരോടുമുള്ള സ്നേഹവും നന്ദിയും ഞാൻ ഈ നിമിഷത്തിൽ അറിയിച്ചുകൊള്ളുന്നു. അതിനേക്കാൾ ഉപരി എന്നെയും എൻ്റെ സ്ഥാപനത്തെയും എൻ്റെ മാനേജ്മെൻറ്റിനെയും വിശ്വസിച്ച് എനിക്ക് ഫണ്ട് തന്ന എല്ലാ നല്ലവരായ കസ്റ്റമേഴ്സിനോടുമുള്ള അകമഴിഞ്ഞ നന്ദിയും സ്നേഹവും കടപ്പാടും ഞാൻ ഈ നിമിഷത്തിൽ അറിയിച്ചുകൊള്ളുന്നു. ഞാൻ ട്രിപ്പ് പോകുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരായ നിങ്ങൾ ഓരോരുത്തരും എന്നോടൊപ്പം ഉണ്ടാകണമെന്ന് ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. താങ്ക് യു. പേര് സബീന, കാലിക്കറ്റ് ബ്രാഞ്ചിൽ നിന്നാണ്. ഏതാണ്ട് ഞാനിത് നമ്മുടെ സൊസൈറ്റിയിൽ ജോയിൻ ചെയ്തിട്ട് 2 മന്ത്സ് ആവുന്നു. കുറഞ്ഞ കാലം കൊണ്ട് തന്നെ എനിക്ക് ഇതിൽ നമ്മുടെ ഇന്റർനാഷണൽ ട്രിപ്പ് അച്ചീവ് ചെയ്യാൻ പറ്റി. ഒരുപാട് നന്ദിയുണ്ട് നമ്മുടെ ടീം മാനേജ്മെന്റിനോടും അതോടൊപ്പം തന്നെ എൻ്റെ കൂടെ കയറി നിന്ന കസ്റ്റമേഴ്സിനോടും. വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഈ സാധാരണക്കാരിയായി എനിക്ക് ഇത് അച്ചീവ് ചെയ്യാൻ പറ്റിയെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും തിരിച്ചു ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഹായ്, എൻ്റെ പേര് അനിത. കാലിക്കറ്റ് ബ്രാഞ്ചിലാണ് വർക്ക് ചെയ്യുന്നത്. 3 മാസമായി ഞാനിവിടെ വന്നിട്ട്. ഇതിൻ്റെ ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പ് അച്ചീവ്മെൻ്റാണ്. അതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് 3 മാസം കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റിയതിൽ. അത് കസ്റ്റമർക്ക് കമ്പനിയോടുള്ള വിശ്വാസവും മാത്രമല്ല മാനേജ്മെൻറ്റിൻ്റെ സപ്പോർട്ടും കൊണ്ട് കൂടിയാണ് ഞാൻ ഇത്ര എത്താൻ കഴിഞ്ഞത്. ഇതെൻ്റെ ഫസ്റ്റ് അച്ചീവ്മെൻ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഇനിയും മാനേജ്മെൻറ്റ് എൻ്റെ കൂടെ ഉണ്ടാവുന്നുള്ള വിശ്വാസം കൂടി എനിക്കുണ്ട്. താങ്ക് യു. ഹായ് ഓൾ, എൻ്റെ പേര് എൽസൺ എന്നാണ്. ഞാൻ തൃശ്ശൂർ ബ്രാഞ്ചിൽ SM ആണ്. ഞാൻ ഈ സ്ഥാപനത്തിൽ ആദ്യമായിട്ട് വരുന്നത് 2021 ഒരു BDA ആയിട്ടാണ് ഞാൻ അന്ന് വരുന്നത്. അന്ന് ഞാൻ ഈ സ്ഥാപനത്തിൽ വരുമ്പോൾ എനിക്ക് സെയിൽസിനെ പറ്റിയിട്ട് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്നിട്ടാണ് ഞാൻ സെയിൽസ് എന്താണെന്നും സെയിൽസിൽ എങ്ങനെ വർക്ക് ചെയ്യണമെന്നും ഞാൻ ഇവിടെ വന്നാണ് പഠിക്കുന്നത്. അങ്ങനെ ഒരു കൊല്ലമാണ് ഞാൻ അന്ന് ഇവിടെ വർക്ക് ചെയ്തത്. അന്നത്തെ ഇവിടുത്തെ ഹാപ്പനിങ്സ് എല്ലാം കണ്ടിട്ടാണ് ഇവിടെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ അന്ന് തന്നെ പ്രേരിപ്പിച്ചത്. ഒരു കൊല്ലം കഴിഞ്ഞ് വിദേശത്തൊരു ജോലിയുടെ ആവശ്യത്തിനായിട്ട് എനിക്ക് ഇവിടുന്ന് റിസൈൻ ചെയ്യേണ്ടി വന്നു. അങ്ങനെ വിദേശത്തായിരുന്നു. 1.5-2 കൊല്ലത്തോളം ഞാൻ വിദേശത്തായിരുന്നു. വിദേശത്ത് നിന്ന് തിരിച്ച് വരുമ്പോൾ ഞാൻ തിരിച്ചു വരേണ്ടി വന്നു. കാരണം ഒരു ഹെൽത്ത് ഇഷ്യൂ കാരണം എനിക്ക് തിരിച്ചു വരേണ്ടി വന്നു. തിരിച്ചു വന്നപ്പോഴും എനിക്കൊരു സെക്കൻഡ് ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. ഈ മാനേജ്മെന്റിൽ തന്നെ വർക്ക് ചെയ്യാൻ തന്നെയായിരുന്നു എനിക്ക് താല്പര്യം. കാരണം എനിക്ക് ഈ ജോലിയെ അറിയുള്ളൂ. അപ്പോൾ തിരിച്ചു വന്ന് ഐ എം റിയലി എക്സൈറ്റഡ് ബിക്കോസ് ഐ ബിക്കെയിം ദ ഫസ്റ്റ് ക്വാളിഫയർ ഓഫ് FICO കോൺടെസ്റ്റ്. വൈകാതെ തന്നെ ചൈന കോൺടെസ്റ്റും ഞാൻ ക്വാളിഫൈ ചെയ്യും.